Praise the Lord. Today, we are going to meditate from the Word of God. Let's turn our attention to 1 John chapter 3, verses 1 to 3. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ. This is not the Gospel of John, but this is the epistle of John. ഇത് യോഹന്നാന്റെ സുവിശേഷമല്ല, യോഹന്നാന്റെ ലേഖനമാണ്. Those who have Bible, please look here. Bible, otherwise our screen is here, and all of you watch. One of you may please read it in English slowly. 1 John chapter 3, verse 1 to 3. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാവുന്നതാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്നിതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. Praise the Lord. Once more, I would like to read it in Malayalam. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. വൺസ് മോർ ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് വേഴ്സ് 3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. And everyone who thus hopes in him purifies himself as he is pure. Today's our meditation title is, why do we need to purify ourselves? ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടത്? Why do we need to purify ourselves? എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടത്? Here Apostle John says that only those who have hope in Jesus Christ can purify themselves. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, യേശുക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഒരുവന് മാത്രമേ തന്നെ നിർമ്മലീകരിക്കുവാൻ കഴിയത്തുള്ളൂ. Without this hope we cannot purify ourselves. ഈ പ്രത്യാശ ഇല്ലാതെ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതല്ല. What is this hope in Jesus Christ? എന്താണ് യേശുക്രിസ്തുവിലുള്ള ഈ പ്രത്യാശ? 1 John chapter 3 verse 2 says, Beloved, we are God's children now, and what we will be has not yet appeared, but we know that when he appears, we shall be like him, because we shall see him as he is. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. So what is the great hope in our life? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? Our hope is in Jesus Christ. നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിലാണ്. We read John chapter 3 verse 2 that when Jesus appears, God's children be like him. ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം ഓരോരുത്തരും അവനെ പോലെയാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. When Jesus appears, God's children will be like him.
കർത്താവ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം എല്ലാവരും തന്നെ പോലെ ആകുമെന്നാണ് ഇവിടെ കാണുന്നത്. Because we shall see him as he is. താൻ എങ്ങനാണോ ആയിരിക്കുന്നത് അതുപോലെ നാമുമായി തീരും. This hope leads a person to holy life. ഈ ഒരു പ്രത്യാശയാണ് ഒരു ദൈവ പൈതലിനെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. So here we notice that the great hope is that when Jesus appears, we shall be like him because we shall see him as he is. ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകുമെന്നുള്ളതാണ്. Those people who have no hope in Christ will mingle with this world and lead an unholy life. ഈ ഒരു പ്രത്യാശ ഇല്ലാത്ത വ്യക്തികൾ ഈ ലോകവുമായി ഇഴുകിച്ചേർന്ന് ഇതിന്റെ മാലിന്യതയിൽ നടക്കുവാനിടയാകും. Why the people are entangled or mixed with these evil things in this world? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുവാൻ കാരണം? Because of the absence of this hope in their life, they lead a sinful life. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് ഈ ഒരു വലിയ പ്രത്യാശ അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. And again I want to tell you is that Father God brings us to the position of his children not because of our merits. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ നമ്മുടെ ആരുടെയും ഗുണം കൊണ്ടോ അല്ല പിതാവായ ദൈവം നമുക്ക് ഈ ഒരു പദവി നൽകി തന്നത്. Here in verse 1 we notice that Father give the position of his children. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിതാവായ ദൈവം അവൻ നമുക്ക് തന്നിരിക്കുന്ന പദവി എന്ന് പറയുന്നത് അവന്റെ മക്കൾ എന്ന പദവിയാണ് തന്നിരിക്കുന്നത്. This is not because of our merits but because of the great love of our God. ഇത് നമ്മുടെ കഴിവല്ല, കർത്താവിന്റെ നമ്മോടുള്ള വലിയ സ്നേഹം ഒന്ന് മാത്രമാണ്. So we have to give thanks to our Father. അതുകൊണ്ട് നാം പിതാവായ ദൈവത്തിന് നന്ദി കരേറ്റേണ്ടത് How many of you can give thanks to the Lord? എത്ര പേർക്ക് കർത്താവിന് നന്ദി കരേറ്റാൻ I am the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. We are the children of God. നാം ദൈവത്തിന്റെ മക്കളാണ്. This is not because of my merits. ഇതെന്റെ കഴിവല്ല. This is not because of my education. ഇതെന്റെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല. This is because of the grace and great love of my God. കർത്താവിന് എന്നോട് തോന്നിയ കരുണയും അവന്റെ വലിയ സ്നേഹവും ഒന്ന് മാത്രം കൊണ്ടാണ്. If you recognize these things in your life, just open your mouth and give thanks to the Lord. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നാം അറിയാതെ നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് നന്ദി കരേറ്റും. What are the positions we get because of the love of God? ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പദവികൾ എന്തൊക്കെയാണ്? Just I would like to mention one or two points here. ഒന്ന് രണ്ട് ചിന്തകൾ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. What are the positions we get because of the love of God? പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പദവിയാണ് നമുക്ക് ലഭിക്കുന്നത്? In 1 John chapter 3 verse 1 we can see that creation became the children of the creator. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സൃഷ്ടിതാവിന്റെ മക്കളായി മാറി എന്ന് കാണാം. Creation became the children of the creator. സൃഷ്ടിതാവിന്റെ മക്കളായി മാറി. We know every human being in this world is the creation of God. നമുക്കറിയാം ലോകത്തിലെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. Everything in this world is the creation of God. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. But our Father in verse 1 mentions that our Father God loved us for us to be called as his children. ഒന്നാമത്തെ വാക്യം ഇവിടെ നമ്മൾ കാണുന്നത് കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. Our God's desire is that he want to call us his children. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരെയും തന്റെ മക്കൾ എന്നറിയപ്പെടുവാനാണ്. Even though we are the creation of God, God like to call us his children. നാം ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവന്റെ മക്കളായിരിക്കുവാനാണ്. When we look back to the prophetical message in Isaiah chapter 53 verse 10 we can see that. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. Please let's turn our attention to Isaiah chapter 53 verse 10. One of you please read. യെശയ്യാവ് 53-ന്റെ 10-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Yet it was the will of the Lord to crush him. He was put to him to grief when his soul makes an offering for guilt. He shall see his offspring. He shall prolong his days.
the will of the Lord shall prosper in his hand. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. As I said earlier, this week all over the world celebrating the resurrection, the Good Friday, Easter Sunday, and all these things are celebrating these days. ഈ ദിവസങ്ങളിൽ നാം അറിയുന്നത് പോലെ ഈ പെസഹ ഞായറും അതുപോലെ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്ന ഒരു നാളുകളിലാണ് നമ്മൾ. Sorry, Monday, Thursday also I included that, no problem. Okay, so here this prophetical message, just look back to that prophetical message of Isaiah. ഇവിടെ ഈ യെശയ്യാവിന്റെ പ്രവചനത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. Here we can see that this is the will of the Lord to crush his son. ഇവിടെ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു തന്റെ പുത്രനെ തകർത്ത് കളയുക He എന്നുള്ളത്. put him to grief. തന്റെ പുത്രനെ ആ ഒരു വലിയ മരണത്തിലേക്ക് പിതാവ് For തള്ളിവിടുകയാണ്. what? എന്ത് കാരണത്തിന് വേണ്ടി? Father God crushed, give him, for the father's will is to crush him and also put him to grief. For what? എന്തിനാണ് പിതാവായ ദൈവം തന്റെ പുത്രനെ തകർക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തത്? And his soul making as an offering for guilt. എന്തിനാണ് തന്റെ ആത്മാവിനെ താൻ പിതാവായ ദൈവം ഏൽപ്പിച്ചു Here കൊടുത്തത്? it mentioned that he shall see his offspring. അതിന്റെ കാരണം ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ തലമുറകളെ കാണേണ്ടതിനാണ്. So because of the crucifixion of Jesus Christ, or the birth, death and crucifixion of Jesus Christ, or in otherwise the ransom paid by Jesus Christ for our sins, through that we are the children or the offspring of God. യേശുക്രിസ്തുവിന്റെ ആ വലിയ അവൻ മരണത്തിലൂടെ തൻ്റെ ഉയർപ്പിലൂടെ എല്ലാം പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ തൻ്റെ മക്കളാക്കി തീർക്കുക. We are the offspring of our God. നാം നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്തതികളാണ്. This is the desire of our God. ഇതാണ് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. You know, this is the prophecy. How many years back God prophesied through prophet Isaiah? നിങ്ങൾക്കറിയാമോ, ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനത്തിലൂടെ പ്രവചിച്ച ഒരു വാക്യമാണ്. God like to call us his children. ദൈവം നമ്മളെ തന്റെ മക്കൾ എന്ന് വിളിക്കുവാൻ Through ആഗ്രഹിക്കുകയാണ്. Jesus Christ, because of the death, burial and resurrection of Jesus Christ, we are the children of God. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ അടക്കത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെ നാം ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. There onwards, after the salvation, we all are known as the children of God. ആ വീണ്ടെടുപ്പിലൂടെ നാം എല്ലാവരും ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് കടന്നു Because of വരികയാണ്. the love of the Father God to the human race, he crushed his son on the cross as an offering for guilt. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹ നിമിത്തം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. On the third day of his crucifixion, Jesus rose from the grave and now is with the Father God. മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. When we accepted Jesus Christ as our personal savior, we became the children of God. നാം യേശു കർത്താവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. This is the desire and will of our God. ഇതാണ് പിതാവായ ദൈവത്തിന് നമ്മളിലുള്ള ആഗ്രഹം. He like to call us his children. ആമേൻ. അവന് നമ്മെ തന്റെ മക്കൾ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Here we can see the kind of love that Father God has given to us. Here we can see the kind of love that Father God has given to us. നോക്കി എത്ര വലിയൊരു സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നത്. Because of the loving act of Father God, we are not only the creation of God but also the children of God. പിതാവായ ദൈവത്തിന്റെ ഈ സ്നേഹത്തിന്റെ പ്രദർശനത്തിലൂടെ നാം ദൈവ മക്കളായി മാറുകയാണ്. Here the creation became the children of Creator. ഇവിടെ സൃഷ്ടിതാവിന്റെ മക്കളായി മാറുകയാണ്. When a child of God realizes his position in Christ, he will purify himself as Christ is pure. ഈ ഒരു പദവി, ഈ ഒരു മഹത്വം മനസ്സിലാക്കുമ്പോൾ നാം വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുവാനിടയായി. Then they cannot lead an unholy life in this world. ആ ഒരു തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. Don't live an unholy life in this world even after understanding the great love of our Father God.
God. തിരിച്ചറിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപത്തിൽ തുടരുവാൻ കഴിയത്തില്ല. So submit yourselves for a purified and holy life. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. Here we discuss is that what is the position we get through the sacrificial death of our Christ, at the same time because of the love of our Father God. ഇവിടെ നമ്മൾ ചിന്തിച്ചത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ, ആമേൻ സ്തോത്രം, പുനരുദ്ധാനത്തിലൂടെ, ആമേൻ അതുപോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ എന്ത് പദവിയാണ് നമുക്ക് ലഭിച്ചതെന്നാണ്. The first thing is that creation became the children of the Creator. ഒന്നാമതായി നമ്മൾ ഇവിടെ ചിന്തിച്ചത് അവൻ സൃഷ്ടികളായിരുന്ന നാം ദൈവത്തിന്റെ മക്കളായി മാറി. Second thing we can meditate from 1 John chapter 3 verse 2. രണ്ടാമത്തെ ചിന്ത 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. Could you please read one? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. In this verse we can see that the second point is that when God appears, God's children shall be like him. ഈ വാക്യത്തിലൂടെ രണ്ടാമത്തെ ആ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. അതിപ്രകാരമാണ്, ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവമക്കൾ ദൈവത്തോട് സദൃശന്മാരാകും. When God appears, God's children shall be like him. ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവമക്കൾ തന്നോട് സദൃശന്മാരാകും. That's not yet appeared. അത് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. But it is going to happen within a short time. അത് അധികം താമസിയാതെ ദൈവം പ്രത്യക്ഷനാകും. Here, when I meditate from this word of God, I realized one thing. The coming of Christ is very nearer to us. We are the creation. God transformed or God changed us, the children of God, and within a short time, what is going to happen is that Jesus Christ will come soon. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ തന്നത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ വാനവേഗത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാം ഓരോരുത്തരും കർത്താവിനെ പോലെ പ്രത്യക്ഷനാകുവാനിടയായിത്തീരും. Our future, that means our future appearance or future body is not yet revealed, but we will be like our Jesus Christ. ഭാവിയിൽ എന്തായി തീരുമെന്ന് ഇതുവരെയും അത് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അത് വെളിപ്പെടുവാനിടയായി. Earlier we were the creation of God, but today we are the children of God. ആമേൻ. നേരത്തെ നാം എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളായിരുന്നു, എന്നാൽ ഇപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണ്. When he appears, we shall be like him. What we will be has not yet appeared. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം എല്ലാവരും കർത്താവിനെ പോലെ ആമേൻ സ്തോത്രം ആയി തീരുവാനിടയായിത്തീരും. നമ്മുടെ കർത്താവ് ഇതുവരെയും പ്രത്യക്ഷനായിട്ടില്ല. Children of God know this, which is their great hope. ഇതറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ഇതറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. We must know this. This is the great hope in our life. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. Those who have this hope will purify themselves. They cannot lead an unholy life. അവൻ ഈ ഒരു തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അശുദ്ധമായി ജീവിക്കാൻ കഴിയത്തില്ല. Because of the love of the Father, he sent his only begotten Son as a sacrifice for our sins, and we are the creation, became his children. പിതാവായ ദൈവം തന്റെ സ്നേഹനിമിത്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി തരികയും ആ പുത്രന്റെ മരണത്തിലൂടെ നമ്മെ മക്കളാക്കി തീർക്കുകയും We will be like him when he appears. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം എല്ലാവരും അവനെ പോലെയാകും. So those who have this hope cannot abstain from the purity in life. ഈ പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കഴിയത്തില്ല. Christ is coming soon. നമ്മുടെ കർത്താവ് വേഗം വരാറായി. So we need this great hope in our life. ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. If we don't have this hope in our life, we will live in this world with all sinful things integrated within ourselves. ഈ ഒരു പ്രത്യാശ ഇല്ലാത്തിടത്തോളം കാലം നാം ഈ ലോകത്തിന്റെ പാപത്തിൽ തുടരുവാനിടയായി തീരും. So why do we need purify ourselves? എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത്? Why do we need to purify ourselves? എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടത്? The first thing is that Father God loved me and sent his only Son as a sacrifice for the remission of my sins. നാം നമ്മെ
തന്നെ നിർമ്മലീകരിക്കണം എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവനെ യാഗമാക്കി തീർത്തു. We are celebrating the resurrection of Jesus Christ every Sundays and every moment in our life. ഓരോ ഞായറാഴ്ചയും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം ആ കർത്താവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുന്നവരാണ്. Nominal Christians experience the celebrating of the resurrection of Jesus Christ once in a year, but we are the children of God celebrating the resurrection of Jesus Christ each and every moment in our life. ഒരു സാധാരണ ക്രിസ്ത്യാനി ആണ്ടിൽ ഒരിക്കൽ ഈ ഒരു കർത്താവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുമ്പോൾ നാം ദൈവമക്കളായ നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഈ വീണ്ടെടുപ്പിനെ ആഘോഷിക്കുന്നവരാണ്. The saved one must celebrate the birth of Jesus Christ every day and every moment in their life. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിന്റെ ജനനം എല്ലാ ദിവസവും ജീവിതത്തിൽ ആഘോഷിക്കുന്നവരാണ്. The saved one must celebrate the Good Friday, not in one Friday, but every Friday he need to remember the ransom that Jesus paid, Father God paid for our sins. ജീവിതത്തിൽ ആമേൻ ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കുപാടുകളെ ധ്യാനിക്കുകയും അതിന് ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നവരാണ്. Oh, how great is how marvelous and awesome is our God's work. നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തികൾ എത്ര വലുതാണ്. His only begotten son God sent to us. തന്റെ ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. Through his sacrificial death we are the creation became the children of God. അവന്റെ മരണത്തിലൂടെ ആമേൻ സൃഷ്ടികളായിരുന്ന നമ്മളെ അവൻ തന്റെ മക്കളാക്കി മാറ്റി. So we need to praise and give thanks to our Lord. അതുകൊണ്ട് നാം കർത്താവിന് മഹത്വം കരേറ്റേണ്ടതാണ്. We may praise our God for monetary benefits. പുറമേയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല നാം ദൈവത്തിന് We may praise our God for physical healing or something like that. ശാരീരികമായ ഒരു വിടുതലിന് വേണ്ടിയല്ല ദൈവത്തിന് മഹത്വം കരേറ്റേണ്ടത്. But as children of God, those who are saved must praise and worship our God not because of this external physical monetary benefits. They want to praise our God for the salvation that granted in our lives. ശാരീരികമായോ ഭൗതികമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നാം ദൈവത്തിന് മഹത്വം കരേറ്റേണ്ടത്, മറിച്ച് അവൻ നമ്മുടെ ജീവന് വേണ്ടി ചെയ്തത് ഓർത്ത് നാം കർത്താവിന് മഹത്വം കരേറ്റണം. Father God sent only his begotten son for us. പിതാവായ ദൈവം തന്റെ ഒരേ ഒരു പുത്രനെ നമുക്ക് വേണ്ടി ദാനമായി He തന്നു. lived in this world. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. He ministered in this world. അവൻ നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. He crucified. അവൻ ക്രൂശിക്കപ്പെട്ടു. For the ransom of our sins, he was buried. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. അവൻ അടക്കപ്പെട്ടു. On the third day, he rose from the grave. മൂന്നാം നാൾ അവൻ മരണത്തെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. Now he is with Father God. ഇപ്പോൾ അവൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. He is mediating for us. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം If we ചെയ്തുകൊണ്ടിരിക്കുകയാണ്. have a trust in this God, ആ ഒരു പ്രത്യാശ, ആ ഒരു വിശ്വാസം ദൈവത്തിൽ ഉണ്ടെങ്കിൽ, if we have a belief in this God's love, ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ, we must purify ourselves in the presence of God. നാം നമ്മെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കുവാനിടയായി തീരും. You need to purify yourselves not because of the compulsion of any pastor or parents or any others. നമ്മുടെ മാതാപിതാക്കന്മാരുടെയോ ദൈവദാസന്മാരുടെയോ നിർബന്ധത്തിനല്ല നാം നമ്മെ തന്നെ You ശുദ്ധീകരിക്കേണ്ടത്. need to purify yourself because your name changed from the creation to a child of God. നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന്റെ കാരണം സൃഷ്ടികളായിരുന്ന നാം അവൻ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് How കൊണ്ടാണ്. many of you have this confidence in your life? എത്ര പേർക്ക് ഈ ഒരു ഉറപ്പുണ്ട് How many ഹൃദയത്തിൽ? of you have this confidence in your life? എത്ര പേരുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ബോധ്യമുണ്ട്? Even though I am a creation of God, my name God changed as the children of God. അവൻ ഞാൻ കേവലം സൃഷ്ടിയായിരുന്നിടത്ത് നിന്നും പിതാവായ ദൈവം എന്നെ തന്റെ മകളാക്കി മാറ്റി. How gracious is our God. അവൻ നമ്മുടെ ദൈവം എത്ര വലിയവനായ How ദൈവമാണ്. great is love towards us. തന്റെ നമ്മോടുള്ള സ്നേഹം എത്ര വലിയതാണ്. We need to remember each and every moment in our നമ്മുടെ life. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം The ഓർക്കേണ്ടതാണ്. creator of this universe sent only his son for my sins. ആമേൻ. ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് തന്റെ ഏകജാതനായ
ഏകജാതനായ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് One more hope in my life. ആമേൻ. ആ ഒരു പ്രത്യാശ നമുക്കുണ്ട്. I will be like him in his appearance. നമ്മുടെ പ്രത്യാശ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും. Do you have such hope in your life? ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ Do you have such hope in your life? ആ ഒരു തിരിച്ചറിവ് നമ്മുടെ Can you ഹൃദയത്തിൽ open your mouth and give an amen to the Lord? നമ്മുടെ അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി Can you give a കരേറ്റാം. glory to the Lord? നമ്മുടെ വായുകളെ തുറന്ന് ദൈവത്തിന് നന്ദി കരേറ്റാം. When my God appears, നമ്മുടെ കർത്താവ് when പ്രത്യക്ഷനാകുമ്പോൾ my God comes second time, നമ്മുടെ കർത്താവ് വീണ്ടും I വരുമ്പോൾ will be like him in his appearance. ഞാൻ അവനെ പോലെയാകും. I am living in this world with this fleshly body. ഞാൻ ഈ ലോകത്തിലായിരിക്കുന്നത് ആമേൻ സ്തോത്രം നശിച്ചു പോകുന്ന ഈ ഒരു ജഡത്തിലാണ്. I am living in this world with this flesh. ഞാൻ ഈ ജഡത്തിലാണ് ആയിരിക്കുന്നത്. But I know one thing: when God comes, I will transform into his likeness. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കർത്താവ് വീണ്ടും വരുമ്പോൾ ഞാൻ അവനായിരിക്കുന്നത് പോലെ എന്റെ ശരീരം രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. If we don't have such a confidence in our life, our Christian life is fruitless. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം, ഈ ക്രിസ്തീയ ജീവിതം അർത്ഥശൂന്യമാണ്. The great love of God is with us. കർത്താവിന്റെ വലിയ സ്നേഹം The great നമ്മോടുണ്ട്. love of God is with us. കർത്താവിന്റെ വലിയ സ്നേഹം നമ്മോടുണ്ട്. Father God loved us. പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. So we are the creation of God. Even though we are the creation of God in this world, we are the children of God. നാം സൃഷ്ടികളായിരിക്കുമ്പോൾ തന്നെ നാം പിതാവായ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. But I have a great hope in my life. I will be like him in his appearance. എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രത്യാശ എന്തെന്നാൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ പോലെയാകും. Because of the realization of this truth and great hope, I will purify myself like him. ആ ഒരു തിരിച്ചറിവ് എന്റെ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുവാനിടയായി. Dear children of God, how many of you have such a realization in your life? എത്ര പേർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഹൃദയത്തിനകത്തുണ്ട്? I have the great love of God with me. പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്നോടുണ്ട്. If you can realize this, you can give glory to your Lord. ഈ ഒരു സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നാം ദൈവത്തിന് നന്ദി കരേറ്റും. These days we know that the priest or somebody compel us to lead a holy life. ഒരു ശുശ്രൂഷകനോ ഒരു പുരോഹിതനോ നാം വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മളെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. But we must know one thing: why do we need to purify ourselves? നാം എന്തുകൊണ്ടാണ് നമ്മെ തന്നെ നിർമ്മലീകരിക്കേണ്ടതെന്നുള്ള ബോധ്യം These നമുക്കുണ്ടായിരിക്കണം. words clearly speak to us. We need to love the Lord because of the great love of our Father. ഈ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ചാണ്. We have at least two positions in our life because of the love of the Father God. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ട് രണ്ട് വലിയ ആമേൻ സ്തോത്രം പദവികളാണ് നമുക്ക് The first ലഭിച്ചിരിക്കുന്നത്. thing happened is that creation became the children of the നമ്മുടെ Creator. ഒന്നാമത്തെ പദവി സൃഷ്ടികളായിരുന്ന നാം ആമേൻ പിതാവായ ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറി Second എന്നുള്ളതാണ്. thing is when God appears, God's children shall be like him. നമ്മുടെ രണ്ടാമത്തെ പദവി എന്താണെന്ന് വെച്ചാൽ ആമേൻ സ്തോത്രം പിതാവായ ആമേൻ പുത്രനായ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെയായി മാറും. When I remember these things, I cannot lead an unholy life in this world. ഈ ഒരു തിരിച്ചറിവ് എന്റെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് അശുദ്ധിയിൽ ജീവിക്കാൻ I കഴിയത്തില്ല. can't do any sinful things in this world. എനിക്ക് ഈ ലോകത്തിന്റെ യാതൊരു പാപത്തിലും അകപ്പെടാൻ കഴിയത്തില്ല. We obeyed many commandments of God in our life. അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നവരാണ്. We are saved people. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. We are baptized people. നാം സ്നാനപ്പെട്ടവരാണ്. We are attending churches regularly. നാം ദൈവസഭകൾ നിരന്തരം കടന്നു We പോകുന്നവരാണ്. are attending the fasting prayer. നാം ഉപവാസ പ്രാർത്ഥനയിൽ But പങ്കെടുക്കുന്നവരാണ്. do you have this great hope in your life? എന്നാൽ ഈ ഒരു വലിയ പ്രത്യാശ എത്ര പേരുടെ If ഹൃദയത്തിനകത്തുണ്ട്? you don't have this great hope in your life, today I invite you to come to this great hope ഈ in ഒരു your life. പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ ആ ഒരു പ്രത്യാശയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. If Holy Spirit works in you, you can understand or you can realize this great hope. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു വലിയ പ്രത്യാശയെ കുറിച്ച് ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. We are nothing in this world. നാം ഈ ലോകത്തിൽ ഒന്നുമല്ല. We are dust. നാം വെറും പൊടിയാണ്. We are merely dust in this world. നാം കേവലം ഈ ലോകത്തിൽ പൊടി മാത്രമാണ്. But
the great creator of this universe, loved all of us. എന്നാൽ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ അവൻ സൃഷ്ടിതാവായ ദൈവം നമ്മളെ മക്കളാക്കി തീർത്തു. So he sent only begotten son for us. അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു. He redeemed us from a miry pit. നമ്മളെ തന്റെ മരണത്തിലൂടെ വീണ്ടെടുത്തു. He redeemed us from our sins. നമ്മുടെ പാപത്തിൽ നമ്മളെ വീണ്ടെടുത്തു. Now we are called the children of God. ഇപ്പോൾ നാം ദൈവ മക്കൾ എന്നാണ് We are the saved one. നാം രക്ഷിക്കപ്പെട്ടവരാണ്. We are obeying one commandments of God. നാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. But where we are now, എന്നാൽ നാം ഇപ്പോൾ എവിടെയാണ്? we are nearer to the coming of our Christ. നാം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. How many of you know that? എത്ര പേർക്ക് ആ തിരിച്ചറിവ്? How many of you have such realization in your life? എത്ര പേർക്ക് ആ ഒരു ബോധ്യ ഹൃദയത്തിൽ? I am in front of the coming of my Christ. ഞാൻ കർത്താവിന്റെ വരവിനോട് ഏറ്റവും He will അടുത്തിരിക്കുകയാണ്. come soon. നമ്മുടെ കർത്താവ് ഏറ്റവും വേഗത്തിൽ So വരും. I want to purify myself. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. Without this cleansing, I cannot see the ഈ Lord. ഒരു കഴുകൽ പ്രാപിക്കാതെ എനിക്ക് ദൈവത്തോട് ചേരാൻ Without this കഴിയത്തില്ല. purification, I can't see my God. ഈ ഒരു കഴുകലില്ലാതെ ഈ ഒരു വിശുദ്ധി ഇല്ലാതെ എനിക്ക് എന്റെ കർത്താവിനെ കാണാൻ Dear കഴിയത്തില്ല. brothers and sisters, you want to come back to your holiness and your purification these days. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധിയിലേക്ക് നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. I am going to conclude my words ഞാൻ here. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. Why we need to purify ourselves? എന്തുകൊണ്ടാണ് നാം നമ്മെ തന്നെ Why ശുദ്ധീകരിക്കുന്നത്? we need to purify ourselves? എന്തുകൊണ്ട് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം? As I mentioned in this message, I want to exhort you once more. We are merely a creation in this world. ഒരിക്കൽ കൂടെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ വെറും സൃഷ്ടികൾ മാത്രമായിരുന്നു. We are simply the dust. നാം വെറും പൊടിയായിരുന്നു. But God created us human beings. ദൈവം നമ്മളെ മനുഷ്യരാക്കി തീർത്തു. Then God changed us or changed our name as the children of God. അവിടെ നിന്ന് ദൈവം നമ്മളെ തന്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തി. Then we have a great hope in our life. ഇനി നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. That is, when Jesus appears in this world, I will be like him. ആ പ്രത്യാശ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെയാകുമെന്നുള്ളതാണ്. If you have no such hope in your life, today I invite you to this great hope in your life. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് വരെ ഇല്ലെങ്കിൽ ആ ഒരു പ്രത്യാശയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. Let's close our eyes. നമ്മുടെ കണ്ണുകളെ Let's close our eyes. നമ്മുടെ കണ്ണുകളെ And അടയ്ക്കാം. pray to the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. And meditate to the Lord. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ If സമർപ്പിക്കാം. you want to purify yourself, just ask pardon from the Lord. നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. He is willing to cleanse us and redeem us from our sins. അവൻ നമ്മളെ കഴുകുവാൻ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ മതിയായ കർത്താവാണ്. Oh, remember the great love of our God. നമ്മുടെ പിതാവിന്റെ വലിയ സ്നേഹത്തെ ഒന്ന് ഓർക്കാം. Remember the great love of our God. ആ വലിയ സ്നേഹത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. Hallelujah. Glory to God. The Glory to Creator God. sent only His begotten Son to this world. സൃഷ്ടിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു. He paid ransom for our sins. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. Now, at present, our name is the children of God. ഇന്ന് നമ്മുടെ പദവി സൃഷ്ടിയിൽ നിന്ന് മക്കളിലേക്ക് മാറുവാനിടയായി. Previously, we were known as creation in this world. മുൻപ് നാം അറിയപ്പെട്ടിരുന്നത് കേവലം സൃഷ്ടികൾ എന്ന പദവിയിലായിരുന്നു. Today, we are known as the children of God. എന്നാൽ ഇന്ന് നാം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലാണ്. Tomorrow, we are going to known as similar or in the likeness of our God. എന്നാൽ ഭാവിയിൽ നാം അറിയപ്പെടാൻ പോകുന്നത് നാം കർത്താവിനെ പോലെയായി തീരുകയാണ്. If we have such great hope in our life, every day we will cleanse ourselves and purify ആ ഒരു ourselves. വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിന് അകത്ത് കടന്നു വരുമ്പോൾ നാം എല്ലാ ദിവസവും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കഴുകൽ പ്രാപിച്ച് ജീവിക്കും. Can you surrender for this great hope? ആ ഒരു വലിയ പ്രത്യാശയിൽ നമ്മളെ തന്നെ Can you സമർപ്പിക്കാം. surrender for this great hope in your life? ആ ഒരു പ്രത്യാശയോടെ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മെ തന്നെ If you സമർപ്പിക്കാം. have this great hope in your life,
you can praise your God. ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്തുള്ളപ്പോൾ നാം കർത്താവിനെ മഹത്വപ്പെടുത്തും. Why we are give praises to our God? എന്തിനാണ് നാം കർത്താവിനെ മഹത്വം കരേറ്റുന്നത്? Why we glorify our Father God? എന്തിനാണ് പിതാവായ ദൈവത്തെ നാം സ്തുതിക്കുന്നത്? Because of the remembrance of the death of Jesus Christ. പുത്രനായ കർത്താവിന്റെ മരണത്തെ ധ്യാനിക്കുമ്പോൾ നാം പിതാവിന് നന്ദി കരേറ്റും. Dear brothers and sisters, this is the time to remember the crucifixion of Christ. സഹോദരി സഹോദരന്മാരെ, ഈ നിമിഷം നമ്മുടെ കർത്താവിന്റെ മരണത്തെ ധ്യാനിക്കുവാനുള്ള സമയമാണ്. This is the time to celebrate the resurrection of Jesus Christ. ഇത് നമ്മുടെ യേശു കർത്താവിന്റെ വീണ്ടെടുപ്പിനെ ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ്. This is the day you can remember the penalty that God paid for your sins. പിതാവായ ദൈവം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി നൽകിയത് എന്താണെന്ന് ഓർക്കേണ്ട നിമിഷങ്ങളാണിത്. If you can realize this, today you submit yourself and ask pardon to the Lord and submit for a purified life. ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ഹൃദയങ്ങളെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. ഒരു വിശുദ്ധ ജീവിതത്തിനായി നമുക്ക് ഒരുങ്ങാം. Lord, Abba Father, you touch me, you cleanse me. I am before you, Lord. ഞങ്ങളെ ഒന്ന് കഴുകണം കർത്താവേ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുകയാണ്. I need thy fire in my heart. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ തീ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് നൽകി തരണം. Lord, change every sinful things and make it as ashes. ഞങ്ങളുടെ അശുദ്ധി എല്ലാം അങ്ങ് ചാരമാക്കി മാറ്റണമേ. I want to brighten as a jewel in this world. ഒരു തിളങ്ങുന്ന മുത്തായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണം. Enable me to brighten this world as a beautiful jewel. ഈ ലോകത്തിൽ ഒരു തിളങ്ങുന്ന മുത്തായി മാറുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണം. Oh Lord, you are my savior. അപ്പാ അങ്ങന്റെ വീണ്ടെടുപ്പുകാരനാണ്. Lay your hands upon me. അവിടുത്തെ കരം ഞങ്ങളുടെ മേലൊന്ന് നീട്ടണം. Lay your hands upon me. അവിടുത്തെ കരം എൻ്റെ മേലൊന്ന് And സ്പർശിക്കണം. cleanse me, Lord. ഞങ്ങളെ ഒന്ന് കഴുകണം And കർത്താവേ. cleanse me, Lord. ഞങ്ങളെ ഒന്ന് കഴുകണം കർത്താവേ. How many of you can ask these things to the Lord? എത്ര പേർക്ക് പിതാവിനോട് ഈ കാര്യങ്ങളെ ഒന്ന് Could you പറയാം? ask the Lord for these things? ആമേൻ. നമ്മുടെ ഈ ആവശ്യങ്ങളെ ദൈവത്തോട് നമുക്ക് God is പറയാം. going to lay his hands upon you. കർത്താവ് നമ്മളിലേക്ക് തന്റെ കരം നീട്ടാൻ God is പോകുകയാണ്. going to lay his hands upon you. അവൻ നമ്മളെ ഈ നിമിഷം സ്പർശിക്കാൻ പോകുകയാണ്. He is going to release you from all your sins. നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുക്കാൻ പോകുകയാണ്. Now you are going to release from the evil clutches of the Satan. എല്ലാ പിശാചിന്റെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മളെ The വിടുവിക്കാൻ power പോകുകയാണ്. of Holy Spirit is here. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ It is നടുവിലുണ്ട്. going to touch you. അത് നമ്മെ സ്പർശിക്കാൻ The പോകുകയാണ്. love of God is here. അവൻ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ The Redeemer നടുവിലുണ്ട്. Jesus Christ is here. പിതാവായ പുത്രനായ ദൈവം നമ്മുടെ I മധ്യത്തിലുണ്ട്. have the great hope in my life. എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട്. Like Christ will come soon. നമ്മുടെ കർത്താവ് വീണ്ടും വരും. If you have such hope in your heart, ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ would you please stand in your places? നമുക്കതാത് സ്ഥാനം എഴുന്നേറ്റ് നിൽക്കാം. And we are going to sing a Malayalam song with meditation. നാം ഒരു മലയാളം പാട്ട് ധ്യാനിച്ച് പാടാൻ പോകുകയാണ്. Hallelujah. പ്രിയനേ യേശുവേ രക്ഷകാ പ്രിയനേ യേശുവേ രക്ഷകാ കരമെൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യന്നേ Hallelujah. കരമെൻ മേൽ വയ്ക്കാം Yeshua. ശുദ്ധി ചെയ്യന്നേ ഓ കർത്താവേ അഗ്നിയന്നിൽ കത്തട്ടെ ഓ കർത്താവേ
യേശുവേ രക്ഷകാ ഓ എൻ പ്രിയനേ യേശുവേ രക്ഷകാ കരമൻ മേൽ വയ്ക്കാം യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വെക്കുകയാണ്. ചെയ്യണ്ടേ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കും. കരമൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യണ്ടേ ഓ കർത്താവേ ഭക്തി എന്നിൽ കണ്ടെത്തേ ഓ കർത്താവേ ഭക്തി എന്നിൽ കണ്ടെത്തേ ഓ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ ഓ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ ഞാനൊരു തിളങ്ങുന്ന മുത്തായി മാറട്ടെ, അശുദ്ധിയെല്ലാം ചാരമായി മാറട്ടെ.